ശക്തമായ മഴയിലും തലസ്ഥാനത്ത് മികച്ച പോളിംഗ്. നേരിയ സംഘർഷങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായിരുന്നു വിധിയെഴുത്ത്. തിരുവനന്തപുരത്ത് രാവിലെ പെയ്ത മഴ പോളിംഗിനെ സാരമായി ബാധിച്ചെങ്കിലും പിന്നീട് പോളിംഗ് ശതമാനത്തിൽ ക്രമാനുഗതമായ വർധനവ് തന്നെയുണ്ടായി. ജില്ലയിൽ നടക്കുന്ന ശക്തമായ മത്സരത്തിന്റെ പ്രതിഫലനമെന്നോണം ഒടുവിൽ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. ആദ്യ മണിക്കൂറുകളിൽ മഴ വില്ലനായെങ്കിലും ഉച്ചയോടെ മഴ മാറിയപ്പോൾ ജില്ലയിലെങ്ങും പോളിംഗ് സജീവമായി. കോർപ്പറേഷനിലും നഗരസഭകളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് പിന്നീട് പെട്ടെന്ന് പുരോഗമിച്ചു. അവസാന മണിക്കൂറുകളിലും പോളിംഗ് സജീവമായിരുന്നു. അനൌദ്യോഗിക വിവരങ്ങളനുസരിച്ച് 72.6% ജില്ലയിലെ പോളിംഗ് നിരക്ക്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 69.91%. തിരുവനന്തപുരം കോർപ്പറേഷനിലെയും നഗരസഭകളിലെയും പോളിംഗ് നിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലയിലെ തീരപ്രദേശത്തെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും കാരണം പോളിംഗ് ഇടയ്ക്ക് തടസ്സപ്പെട്ടതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയമല ആനാട് മഞ്ചുവം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഷമീമിന് വെട്ടേറ്റതും കരമനയിൽ BJP സ്ഥാനാർത്ഥി ബൂത്തിന് മുന്നിൽ നിന്ന് വോട്ടഭ്യർത്ഥിച്ചത് LDF പ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായതുമൊഴിച്ചാൽ ജില്ലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. പോളിംഗ് പൂർത്തിയായി രാത്രിയോടെ തന്നെ പോളിംഗ് സാമഗ്രികൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തിച്ചു. ജനവിധി രേഖപ്പെടുത്തപ്പെട്ട വോട്ടിംഗ് മെഷീനുകൾ ഇനി സ്ട്രോങ് റൂമുകളിൽ സുരക്ഷിതം. ശനിയാഴ്ച വരെ ജനഹിതമറിയാനുള്ള കാത്തിരിപ്പ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഇടുക്കി ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 981 തദ്ദേശ ഭരണ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കാർഷിക മേഖലയും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമടക്കം നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഇടുക്കിയിൽ 80.85% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ജില്ലാ പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിലേക്കും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 2 മുനിസിപ്പാലിറ്റികളിലേക്കും 52 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമാണ് ഇടുക്കി ജില്ലയിലെ ജനത സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഉച്ചയോടെ എത്തിയ ശക്തമായ മഴ വോട്ടർമാരെ ബുദ്ധിമുട്ടിച്ചെങ്കിലും പോളിംഗിനെ കാര്യമായി ബാധിച്ചില്ല. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും ജില്ലയിലെ വിദൂര പോളിംഗ് സ്റ്റേഷനുമായ ഇടമലക്കുടിയിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 1807 വോട്ടർമാർ മാത്രമുള്ള പഞ്ചായത്തിൽ ഭൂരിഭാഗം പേരും ഉച്ചയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അവ്യക്തതകളും പട്ടയപ്രശ്നങ്ങളും കാർഷിക വിളകളുടെ വിലയിടിവും തോട്ടമേഖലയിലെ പ്രശ്നങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ജില്ലയിൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. 2010 UDF-നൊപ്പം നിന്ന ജില്ല ഈ വിഷയങ്ങളുടെയും UDF-ലെ വിമതശല്യത്തിന്റെയും പശ്ചാത്തലത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിലാണ് LDF. എന്നാൽ ഭരണത്തുടർച്ചയ്ക്കായാണ് ജനം വോട്ട് ചെയ്തത് എന്നാണ് UDF കണക്കുകൂട്ടുന്നത്. SNDP-യുമായി ഉണ്ടാക്കിയ സഖ്യം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് BJP ക്യാമ്പിലുള്ളത്. LDF-നൊപ്പം ചേർന്ന് 103 വാർഡുകളിൽ മത്സരിക്കുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജില്ലയിലെ പ്രധാന ഘടകമാണ്. മൂന്നാറിലെ സമര പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയ പെമ്പിളെ ഒരുമയുടെ സാന്നിധ്യമാണ് ഇടുക്കിയുടെ മറ്റൊരു പ്രത്യേകത. ദേവികുളം മണ്ഡലത്തിലെ 33 വാർഡുകളിലാണ് ഇവർ ബലം പരീക്ഷിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കുമ്പങ്കല് ബൂത്തിലുണ്ടായ നേരിയ സംഘർഷാവസ്ഥയൊഴിച്ചാൽ 1453 ബൂത്തുകളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. മലയോര ജനതയുടെ രാഷ്ട്രീയാവേശം കെടുത്താൻ കോരിച്ചൊരിഞ്ഞ മഴയ്ക്കുമായില്ല. ഇനി പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും നാളുകളാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും. സാലിം മുഹമ്മദിനും ദിലീപ് ഗോപിക്കുമൊപ്പം ഇടുക്കിയിൽ നിന്ന് സമീർ വഴങ്ങോട്. രാഷ്ട്രീയ മാറ്റങ്ങളുടെയും സാമുദായിക ബലാബലങ്ങളുടെയും റിബലുകളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പായിരുന്നു കൊല്ലത്തേത്. LDF-നും UDF-നുമൊപ്പം സീറ്റ് നേടാനായില്ലെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് BJP-യും പ്രതീക്ഷിക്കുന്നു. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, 73% കനത്ത പോളിംഗ് തന്നെയാണ് കൊല്ലത്തും രേഖപ്പെടുത്തിയത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സുരേഷ്, 2015 കൊല്ലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെണ്ടാറിൽ വാസുദേവൻ പിള്ള കുഴഞ്ഞു വീണ് മരിച്ച സംഭവവും പെരുന്നാട് ആക്രമണത്തിൽ RSSന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവമാണ് വേദന ഉളവാക്കിയത്. അതേസമയം കതിർ മണ്ഡപത്തിൽ നിന്ന് വിവാഹിതരായ ദമ്പതികൾ നേരെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയതാണ് തെരഞ്ഞെടുപ്പിലെ വ്യത്യസ്ത കാഴ്ച. വോട്ടവകാശത്തിനെത്തിയ സമ്മതിദായകരെ കൊല്ലം ആക്കോലിൽ ഡിവിഷൻ മണിക്കൂറുകളോളം അവിടെ കാത്തിരുത്തിയത് തെറ്റായ സന്ദേശത്തിന് വഴിവെച്ചു. വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പരസ്യം ചെയ്ത് എല്ലാവരെയും ബോധവൽക്കരണം ചെയ്യുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇവരെ നിരാശരാക്കുന്ന ഒരു സ്ഥിതിയാണ് കൊല്ലത്ത് കാണാനായത്. ഒപ്പം വോട്ടിംഗ് മെഷീന്റെ പണിമുടക്കം ഇക്കുറിയും ആവർത്തിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ ഒരു ബൂത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാതെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അതേസമയം UDF വിമതരുടെ സാന്നിധ്യവും പൊളിഞ്ഞ SNDP BJP ബന്ധവും RSP കേരള കോൺഗ്രസ് B കാലുമാറ്റവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.
കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. പ്രഥമ കോർപ്പറേഷൻ ഭരണവും പുതിയ നഗരസഭകളുടെ ഭരണവും ആരുടെ കൈകളിലേക്ക് എന്നറിയാൻ ഇനി 4 ദിവസത്തെ കാത്തിരിപ്പ്. കണ്ണൂർ ജില്ലയിൽ ആകെയുണ്ടായിരുന്ന 2434 പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. അനുകൂലമായ കാലാവസ്ഥയും കണ്ണൂരിൽ പ്രതിഫലിച്ചു. ഉച്ചയോടെ 50% പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടു. എവിടെയും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വോട്ടിംഗ് മെഷീനിലെ പ്രശ്നങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായി. 770 സംഘർഷസാധ്യത ബൂത്തുകളും 505 ഗുരുതര ബൂത്തുകളും എന്ന കണക്കിൽ ഉൾപ്പെടുത്തി കണ്ണൂരിനെ സംഘർഷ ജില്ലയായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇതോടെ ഇല്ലാതായി. നഗരങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷവും കനത്ത പോളിംഗ് തുടർന്നു. വോട്ടിംഗ് നില 76% കടന്നു. പാനൂരിലെ 2ാം ബൂത്ത് കയ്യേറാനുള്ള RSS ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ CPIM പ്രവർത്തകനും ഒരു പോലീസുകാരനും പരിക്കേറ്റു. തളിപ്പറമ്പ് കുറ്റേരിയിൽ LDF ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി GJക്ക് നേരെ ലീഗ് ആക്രമണമുണ്ടായി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആന്തൂരിലടക്കം 20 സീറ്റുകളിൽ LDFന് എതിരുണ്ടായിരുന്നില്ല. പോളിംഗ് ശതമാനം കണ്ണൂരിലെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ നിർണയം സാധ്യമാവുന്ന ഒന്നല്ല. 2005ലും 2010ലും പോളിംഗ് നിലയിൽ വളരെയേറെ വ്യത്യാസമുണ്ടായിട്ടും ജില്ല LDFനൊപ്പമായിരുന്നു. പലയിടങ്ങളിലും ഇത്തവണ അതിർത്തി നിർണയം ഘടകമായി വരുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ വൈകുന്നേരം 5 മണിവരെ കണ്ണൂർ ശാന്തമായിരുന്നു. ഫലമറിയാൻ ഇനി 7ാം തീയതി വരെ കാത്തിരിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 81.58% പോളിംഗ്. വിവിധ തോട്ടം മേഖലകളിലടക്കം കനത്ത പോളിംഗ് ആണ് നടന്നത്. 3 നഗരസഭകളിൽ ശരാശരി 80% പോളിംഗ് നടന്നപ്പോൾ കോട്ടത്തറ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് 88%. മുള്ളൻകൊല്ലിയിലാണ് ഏറ്റവും കുറവ് 77%. സംസ്ഥാനത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മികച്ച പോളിംഗ്. സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന നിരക്കിലാണ് വയനാട്ടിൽ പോളിംഗ് നടന്നത്. തോട്ടം മേഖലയിലും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഉയർന്ന പോളിംഗ് നടന്നു. ഉയർന്ന പോളിംഗ് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലുകളിലായിരിക്കും ഇനി മുന്നണികൾ. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ വയനാട്ടിലെ പല ബൂത്തുകളിലും വളരെ കുറച്ച് വോട്ടർമാർ മാത്രമാണ് എത്തിയത്. തുലാമേഘങ്ങളൊഴിഞ്ഞ് ആകാശം തെളിഞ്ഞതോടെ വോട്ടർമാർ കൂട്ടമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങി. തോട്ടമേഖലകളിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. ഉച്ചയോടെ നഗരപ്രദേശങ്ങളിലും പോളിംഗ് ഉയർന്നു. പല ബൂത്തുകളിലും ഉച്ചയോടെ 50 അതിലധികമോ ശതമാനമായി പോളിംഗ് ഉയർന്നു. മന്ത്രി PK ജയലക്ഷ്മി വാളാട് LP സ്കൂളിലും MP വീരേന്ദ്രകുമാർ പുളിയാർമല LP സ്കൂളിലും CPIM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ മുണ്ടേരിയിലും വോട്ട് രേഖപ്പെടുത്തി. MV ശ്രേയംസ്കുമാർ MLA പുളിയാർമല LP സ്കൂളിലും IC ബാലകൃഷ്ണൻ MLA വാളാടും വോട്ട് ചെയ്തു. യന്ത്രങ്ങൾ പണിമുടക്കിയ ഏതാനും ചിലയിടങ്ങളിൽ അല്പസമയം പോളിംഗ് തടസ്സപ്പെട്ടതൊഴിച്ചാൽ മറ്റു പരാതികൾ എവിടെയും ഉയർന്നില്ല. വൻ സുരക്ഷാ സജ്ജീകരണങ്ങൾക്കിടയിൽ നടന്ന വയനാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തികച്ചും സമാധാനപൂർണ്ണവുമായിരുന്നു. ക്യാമറമാൻ ജിബേഷിനൊപ്പം അനൂപ് KR, വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവേശകരമായ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. 75% പോളിംഗ് ആണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 2010ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കുറഞ്ഞെങ്കിലും ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് 80% കടന്നു. ഇതിന്റെ കോഴിക്കോട് നടക്കാവിൽ വോട്ടർമാരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വിവിധ സ്ഥലങ്ങളിൽ പോളിംഗിൽ സംഘർഷാവസ്ഥ ഉണ്ടായി. പ്രചാരണ രംഗത്തെ ആവേശത്തിനൊത്ത മികച്ച പോളിംഗ് ആണ് നടന്നത്. കോഴിക്കോടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത വിളിച്ചോറുന്ന തരത്തിലായിരുന്നു രാവിലെ മുതൽ പോളിംഗ് ബൂത്തിൽ കണ്ട തിരക്ക്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ക്രമാനുഗതമായി പോളിംഗ് ശതമാനം വർദ്ധിച്ചു വന്നു. ഗ്രാമീണ മേഖലയിൽ രാവിലെ മുതൽ തിരക്കനുഭവപ്പെട്ടപ്പോൾ നഗരത്തിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. ഗ്രാമീണ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ത്രിതല പഞ്ചായത്തുകളിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. മുനിസിപ്പാലിറ്റികളിൽ 76%, കോർപ്പറേഷനിൽ 74%മായിരുന്നു പോളിംഗ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA മായനാട് ഈസ്റ്റ് UP സ്കൂളിലും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയിരുന്നു. മുക്കത്ത് താഴേക്കാട് നവവധു ശ്രുതി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താനെത്തിയത് വേറിട്ട കാഴ്ചയായി. വോട്ടെടുപ്പിനിടെ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ സംഘർഷമുണ്ടായി. കോഴിക്കോട് നടക്കാവിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർക്ക് നേരെ അസിസ്റ്റന്റ് കമ്മീഷണർ ജോസി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തിചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മുക്കത്ത് UDF പ്രവർത്തകരുടെ ആക്രമണത്തിൽ LDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോളിംഗിന് ശേഷം കല്ലായിയിൽ UDF പ്രവർത്തകർ CPM പ്രവർത്തകരുടെ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പോളിംഗ് പൂർത്തിയായതോടെ വോട്ടെണ്ണൽ ദിവസം വരെ കോഴിക്കോട്ടെ ജനങ്ങൾ ആരെ പിന്തുണച്ചുവെന്നറിയാനുള്ള കണക്കുകൂട്ടലിലായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ. കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. കാസർഗോഡ് ജില്ലയിലും കനത്ത പോളിംഗ്. ഒടുവിൽ ലഭിച്ച ഔദ്യോഗിക കണക്ക് പ്രകാരം 77.31% പോളിംഗ്. 77.6% 2010ലെ പോളിംഗ് നിരക്ക്. പൊതുവെ സമാധാനപരമായാണ് ജില്ലയിൽ വോട്ടെടുപ്പ് പൂർത്തിയായത്.
കാസർഗോഡ് ജില്ലയിൽ ഉച്ചയോടെ തന്നെ പകുതിയിലേറെ വോട്ടർമാർ ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായി. എന്നാൽ 4-നും 5 മണിക്കുമിടയിൽ പല ബൂത്തുകളിലും ക്യൂ പ്രത്യക്ഷപ്പെട്ടു. കാസർഗോഡ് നഗരത്തിൽ ഉച്ചയ്ക്ക് ശേഷം അപൂർവം ബൂത്തുകളിൽ മാത്രമാണ് വോട്ടർമാരുടെ നിര കാണാനായത്. വെബ് ക്യാമറകൾ വ്യാപകമായി സ്ഥാപിച്ചതിനാൽ കള്ളവോട്ട് സംബന്ധിച്ച് കാര്യമായ പരാതികൾ ഉയർന്നില്ല. പൊതുവെ സമാധാനപരമായാണ് പോളിംഗ് നടന്നത്. കാഞ്ഞങ്ങാട്ട് മൂലക്കണ്ടത്ത് CPIയും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. ഈസ്റ്റേൽ മണ്ഡപത്ത് തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച് DDF കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. DDF പ്രവർത്തകനായ ചന്ദ്രന് സാരമായി പരിക്കേറ്റു. BJPയുടെ ബൂത്ത് ഏജന്റ് ഉൾപ്പെടെ 4 പേർ കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. യന്ത്ര തകരാറിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ 1 ഡസനോളം ബൂത്തുകളിൽ പോളിംഗ് ഇടയ്ക്ക് തടസ്സപ്പെട്ടു. മഞ്ചേശ്വരം മീഞ്ചയിൽ SVV സ്കൂൾ ബൂത്തിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ 57.5% വോട്ട് രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമായി. ഉയർന്ന പോളിംഗിന്റെ നേട്ടം തങ്ങൾക്ക് ലഭിക്കുമെന്ന് LDFും UDFും BJPയും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. 2561 സ്ഥാനാർത്ഥികളാണ് കാസർഗോഡ് ജില്ലയിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പതിവ് പോലെ ഇരു മുന്നണികളും BJPയും വിജയം അവകാശപ്പെടുന്നു. 7-ാം തീയതി അന്തിമ ഫലം വരുന്നതുവരെ യഥാർത്ഥ ഫലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഈ തെരഞ്ഞെടുപ്പോടെ UDF ശിഥിലമാകുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. UDFന് നിരാശപ്പെടേണ്ടി വരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF മികച്ച വിജയം നേടുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പ്രത്യേകിച്ച് ഒരു വിഷയത്തിലൂന്നിയായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ പ്രചാരണം. സംസ്ഥാനത്ത് പരീക്ഷിക്കപ്പെടുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ആദ്യഘട്ട വിധിയെഴുത്താണ് ആദ്യഘട്ട പോളിംഗിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ട പോളിംഗ് കഴിയുമ്പോൾ തീർത്തും വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും. ബീഫ് നിരോധനവും ലീഗ് വൽക്കരണവും SNDP BJP സഖ്യവും ഏറ്റവും ഒടുവിൽ ബാർക്കോഴ വിധിയും ആയുധമാക്കിയാണ് LDF പ്രചാരണം നടത്തിയത്. സർക്കാരിന്റെ അഴിമതിക്കെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പെന്നാണ് LDFന്റെ പ്രതീക്ഷ. 2005-ൽ 7 ജില്ലകളിൽ 7ഉം ഇടതുപക്ഷം ജയിച്ചതായിരുന്നു 2005. ഈ 7 ജില്ലകൾ 2005 ആവർത്തിക്കും. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റമാണ് ഇന്ന് ഇലക്ഷൻ നടക്കുന്ന 7 ജില്ലകളിലും ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി കേരളത്തിലെ UDF എന്ന മുന്നണി ശിഥിലമാകാൻ പോവുകയാണ്. UDF മുന്നണിയുടെ അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. SNDP BJP സഖ്യവും വർഗീയവൽക്കരണവും ആയുധമാക്കിയ UDF വികസന പദ്ധതികൾക്കുള്ള അംഗീകാരമാകും ഫലമെന്നാണ് അവകാശപ്പെടുന്നത്. അഴിമതി പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നും UDF ക്യാമ്പ് അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് നല്ല ആവേശമുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണുന്ന ആവേശം ഞങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ ജില്ലകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം തന്നെ നേടും. തെരഞ്ഞെടുപ്പിനെ ഒരു നിലയ്ക്കും പ്രതികൂലമായി ബാധിക്കും. സർക്കാരിനും LDFനുമെതിരായി പ്രചാരണം നടത്തിയ BJP കൂടുതൽ നേട്ടം ഇത്തവണ നേടുമെന്ന പ്രതീക്ഷയിലാണ്. സമ്പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറാൻ പോവുകയാണ്. ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞെങ്കിലും 2ാം ഘട്ടം കഴിഞ്ഞ ശേഷം ശനിയാഴ്ച വരെ കാത്തിരിക്കണം അന്തിമ ഫലത്തിനായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.